ഇതിന്റെ ഉള്ളിൽ നിന്നാണ് എത്ര നേരം ഇവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട് ഇതുവരെ അവർക്കൊന്നും ഒന്ന് കാണാൻ പോലും തോന്നിയില്ലല്ലോ. ബിസി ആയിരിക്കും, അതുകൊണ്ടാ. നമ്മൾ ഈ ചിലരെ പോലെ ഈച്ച ആട്ടിക്കൊണ്ടിരിക്കുകയല്ലോ ഇവിടെ ഉള്ളവര്. ലാലിച്ച വേണ്ട, അമ്മ ഇപ്പൊ വന്നിരുവാങ്ക ഉക്കാരുങ്ക. ഇത് പറയാൻ തുടങ്ങിട്ട് നേരം കുറെ ആയല്ലോ. പെങ്കൊച്ചിന് അത്യാവശ്യമായിട്ട് കാണേണ്ടത് അശോകന, അല്ലാതെ ചേട്ടനല്ല. നീ പിന്നെ എന്തിനാ ഇവിടെ വായും പൊളിച്ചു നിൽക്കുന്നത്? ചേട്ടാ വേണ്ട വേണ്ട. എന്താ അവിടെ പള്ളി ഉണ്ടോ? മണിയടി കേൾക്കുന്നു. പേരെന്താ? ശ്രീദേവി ഉന്നെ മേലെ കൂപ്പിടുறாங்க. ചായ. നിന്നെ എത്ര നേരമായിട്ട് മോളിൽ അന്വേഷിക്കുന്നു? താഴത്തെ പണികൾ ചെയ്യാൻ വേറെ ജോലിക്കാരില്ലേ ഇവിടെ? ചെല്ലേ, പറഞ്ഞു കേട്ടില്ലേ? മോളിൽ ചെല്ലാൻ. ജോലിക്കാരി കുട്ടിയാ. അപ്പൊ നമ്മുടെ കുട്ടിയോ? എന്റെ കളരി പരമ്പരയെ രക്ഷിക്കണേ. അയ്യേ, ഇതാണോ മോള്? ഇത് ഒത്തിരി പ്രായമുണ്ടല്ലോ. പ്രായം ഉണ്ടെങ്കിൽ എന്താ, എന്തൊരു മുഖശ്രീ. വലിച്ചു വാരിയിട്ടിരിക്കുന്ന ആഭരണങ്ങളുണ്ടോ? അശോകന് നന്നായിട്ട് കലക്കി. നമുക്ക് കലക്കാം. ഇതാണ് രാജവലിയുടെ മുത്തശ്ശി. കൗണ്ടർനാരുടെ പെങ്ങളും മക്കളും മരുമക്കളും കുട്ടികളും. വണക്കം. ഉക്കാരങ്ക. ഞങ്ങൾ ഊണ് കഴിച്ചില്ല, അമ്മച്ചി കഴിച്ചല്ലേ? ഇരിക്കാൻ പറഞ്ഞതാ. നിങ്ങളോടല്ല, അമ്മ ഇരിക്കട്ടെ. ഓഹോ, അമ്മ ഇരി. യാരിതിൽ അശോകൻ? ഞാൻ അളിയൻ. അളിയനാ? അതെ, അശോകന്റെ അളിയൻ. ഇത് ലാലിച്ചൻ. അല്ല, ഞാൻ അശോകൻ. തെറ്റിപ്പോയി. ഇതാണ് അശോകൻ. என் கொச்சுமோள் ராஜவல்லிக்கும் உங்க பையன் அசோகனுக்கும் சீக்கிரமா கல்யாணம் நடக்கணும். இது கவுண்டர் நாயனுடைய ஆசை. வக்கீலே, இவங்களுக்கு வேண்டிய வசதியை செஞ்சு கொடுங்க. മോൾ ഇവിടെ ഇല്ലേ? രാജവല്ലി ഇപ്പൊ വന്നിരുവാ. നീங்க எல்லாரும் கீழே உட்காருங்க. മോളിപ്പോ വരും, എല്ലാരും കീഴെ ഇരിക്കാൻ. ഇവിടെ അല്ല, താഴെ ഹാളില്. താഴെ താഴെ കീഴെ കീഴെ വാ. രാജവല്ലിയുടെ 5ാമത്തെ വയസ്സിൽ അവളുടെ അമ്മ മരിച്ചതാണ്. പിന്നെ വളർത്തിയതും നോക്കിയതും എല്ലാം ഈ മുത്തശ്ശിയാണ്. അവരുടെ തീരുമാനങ്ങൾക്കൊന്നും ഇവിടെ ആരും എതിർത്തൊരു അക്ഷരം പറയാറില്ല. അത്രയ്ക്ക് അനുസരണ എല്ലാവർക്കും. എത്തിയില്ല കക്ഷി. അയ്യോ, അശോകന്റെ പെണ്ണ്. എവിടെ എവിടെ? ഇങ്ങോട്ട് വരാൻ വേഗം. വരണു വരണു. രാജവല്ലിക്ക് മനസ്സിലായോ ഇതാരൊക്കെയാണെന്ന്? അച്ഛന്റെ ബന്ധുക്കൾ വരുമെന്ന് വക്കീലങ്ങൾ പറഞ്ഞിരുന്നല്ലോ. മോളെ, ഞാൻ ആരാണെന്ന് മനസ്സിലായോ മോക്ക്? ഇതാണ് മോളുടെ അപ്പച്ചി. ഇത് അശോകൻ. ഹലോ. എന്താടി ഇത്? റൈഡിങ് കഴിഞ്ഞ് വരുമ്പോ കുടിക്കാൻ എന്താ തരണ്ടെന്ന് നിനക്ക് അറിയില്ലല്ലേ? നിന്ന് മോങ്ങുന്ന കരുപിടിയാത്ത. അമ്മയില്ലാതെ വളർന്ന കുട്ടിയല്ലേ,
അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ചില ഹോർലിക്സ് കൊടുക്കേണ്ടതിന് പാല് കൊടുത്ത് ആർക്കാണേലും ദേഷ്യം വരും. അയ്യടാ, അല്ല മനസ്സിലാവാഞ്ഞിട്ട് ചോദിക്കുക. അമ്മാവന്റെ മകളെ കണ്ടല്ലോ, തൃപ്തിയായല്ലോ. അഭയാർത്ഥികളെ പോലെ ഇനി ഇങ്ങനെ തമ്പടിച്ച് കിടക്കാൻ നിങ്ങൾക്കൊക്കെ നാണമില്ലേ? അതിനിപ്പോ ഇവിടെ എന്താ ഉണ്ടായത്? ആൾക്കാരെ കണ്ടും പരിചയപ്പെട്ടൊക്കെ സ്നേഹം ഉണ്ടാക്കുന്നത്, അല്ലാതെ തവളെ വിഴുങ്ങി നീർക്കോലിയെ പോലെ സംസാരിക്കാതിരുന്നാലേ ആരും മൈൻഡ് ചെയ്യില്ല. ഗുണദോഷ കമ്മിറ്റിക്ക് ഇവിടെയും ഒരു കുറവുമില്ല. കാര്യം ജ്ഞാനശീലേട്ടൻ ഇത്രയും കാലം പറഞ്ഞത് മുഴുവൻ മണ്ടത്തരമാണെങ്കിലും ഇതിൽ കാര്യമില്ലാതില്ല. താങ്ക് യു. സോറി. മൂഢേഷു ചിന്ത മുഷിയാത്ത വേഷം തദ്വാരേഷു നിർത്ത്. ചന്ത. അങ്ങനെ ആരോട് ഇടിച്ചു കയറി ഉണ്ടാക്കുന്ന സ്നേഹവും ബന്ധമൊന്നും തൽക്കാലം വേണ്ട. ഏട്ടൻ പറയുന്നതിന് കാര്യമുണ്ട്. എന്താ എന്റെ ഒരു പത്രാസ്? ഒരു ഒറ്റ വീക്ക് വെച്ചെന്നല്ലുണ്ടല്ലോ. ആകെ ഒരു നാത്തൂനാ ഉള്ളത്. അതിനെ കയറി അത് ഇത് പെണ്ണിന്റെ ഒരു നെകളിപ്പ്. അശോക, മെല്ലെ വിരിയുന്ന സുമത്തിനെ സുഗന്ധം ഉണ്ടാവൂ, അതേ ദൃഢമാവൂ. കൂടുതൽ അദ്വൈതം ഒന്നും വേണ്ട കേട്ടോ. മോനെ, നീ ഈ പറയണ പോലെ ഒന്നുമല്ല. കല്യാണം കഴിഞ്ഞാൽ ഒക്കെ മാറിക്കൊള്ളും. ഇവിടുത്തെ രീതി അനുസരിച്ച് വളർന്ന കുട്ടിയല്ലേ, പെട്ടെന്ന് മറ്റുള്ളവരുമായി ഇടപഴകാൻ ബുദ്ധിമുട്ട് കാണും. ഞാനൊരു കാര്യം പറയാം. ഗതികേട് കൊണ്ട് മാത്രമാണ് നമ്മൾ ഇങ്ങോട്ട് യാത്ര തിരിച്ചത്. ആകാശക്കോട്ട കെട്ടി തുടങ്ങുന്നതിന് മുമ്പ് എല്ലാവരും നിലത്ത് നിന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. ആരാന്റെ പറമ്പിലെ പുല്ല് കണ്ടിട്ട് നമ്മുടെ വീട്ടിൽ പശുവിനെ വളർത്തരുത്. പുല്ല് ആരാന്റെ പറമ്പിൽ തന്നെ. ആ. നിന്റെ ഈ വരയും കുറിയും കണ്ടോണ്ട് നിന്നാ എനിക്ക് ഭ്രാന്ത് പിടിക്കും. എന്നോട് ആരും പറഞ്ഞു നിൽക്കാൻ? ഐ എം ലീവിംഗ്. ഇപ്പൊ തന്നെ ഡാഡി ടെൻഷൻ ആയിട്ടുണ്ടാവും. ഓക്കെ, സീ യു ടുമോറോ. ഓക്കെ, ബൈ. ബൈ. ആഹാ, ഇതൊക്കെ മോള് വരച്ചാണോ? നന്നായിട്ടുണ്ട്. മോള് മിണ്ടുന്നില്ല, ഗവനിക്കുന്നില്ല എന്നൊക്കെയാ അശോകന്റെ പരാതി. ഞാൻ പറഞ്ഞു കല്യാണം കഴിഞ്ഞാൽ ഒക്കെ മാറുമെന്ന്. മോടെ അച്ഛൻ വാസുക്കുട്ടനും ഇതേ പ്രകൃതമായിരുന്നു. ആരോടും കൂടുതൽ കളിതമാശ പറയാനും കളിക്കാനും ഒന്നും പോവില്ല. ഒരേ ഗൗരവമാ. പണ്ട് പള്ളിക്കുടുത്തി പഠിക്കുന്ന കാലത്ത് ഞങ്ങൾ പെൺകുട്ടികൾ എല്ലാവരും കൂടി കളിതമാശ പറഞ്ഞ് ചിരിച്ചു നടക്കുന്ന കാണുമ്പോ മോടെ അച്ഛന് ദേഷ്യം വരും. ഒക്കെ ഇന്നലെ നടന്ന പോലെ തോന്നുന്നു. അവൻ എന്റെ താലിമാലയും കൊണ്ട് നാട് വിട്ടപ്പോ. വേണ്ട, പഴങ്കഥകളൊക്കെ അച്ഛൻ പറഞ്ഞ് ധാരാളം കേട്ടിട്ടുണ്ട്. പിന്നെ അച്ഛന്റെ ഒരു ആഗ്രഹമായിരുന്നതുകൊണ്ടാ ഞാൻ ഈ കല്യാണത്തിന് സമ്മതിച്ചത് തന്നെ. അതൊക്കെ വക്കീലങ്ങൾ പറഞ്ഞു കാണുമല്ലോ. ഇങ്ങനെ ഒരു മാരേജ് ചെയ്യുന്നു എന്നതുകൊണ്ട് ആരുടെയും സൗകര്യത്തിനൊപ്പിച്ച് എന്റെ സ്വഭാവം ഒന്നും മാറ്റാൻ പറ്റില്ല. പിന്നൊരു കാര്യം, മോനോട് ചോദിച്ചോളൂ. വിവാഹം കഴിഞ്ഞാൽ അമേരിക്കയിലോ ലണ്ടനിലോ ഒരു ജോലി വേണോ, അതോ ഇവിടെ തന്നെ പേരിലൊരു സിനിമാ തിയേറ്ററോ 5 സ്റ്റാർ ഹോട്ടലോ എന്താണ് വേണ്ടതെന്ന്. ഗൗണ്ടർ നായരുടെ മരുമകനെന്ന് പറഞ്ഞാൽ നാട്ടുകാർക്കെല്ലാം ഒരു നിലയും വിലയും ഉണ്ടായിരിക്കണം. മാത്രമല്ല, നിങ്ങൾക്കിവിടെ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ പറഞ്ഞോണം. അല്ലാതെ ബന്ധത്തിന്റെ പേരും പറഞ്ഞ് എന്നെ നന്നാക്കാൻ ഇങ്ങോട്ട് പോരണ്ട. മോള് വരച്ചു വെച്ചിരിക്കുന്ന ചിത്രങ്ങളൊക്കെ നോക്കി കാണുകയായിരുന്നു. മോനത് കണ്ടോ? എന്ത് ഭംഗിയായിരിക്കുന്നു കാണാൻ. നിങ്ങൾ ആരും കരുതുന്ന പോലൊന്നും അല്ല. ആളടുത്തറിയണം, പൊന്നുറച്ചു നോക്കണമെന്നാണല്ലോ. എന്ത് നല്ല സ്നേഹമുള്ള കുട്ടിയാ. കൊച്ചു കുട്ടികളുടെ മനസ്സാ. അമ്മാവൻ മകളോട് പറയാത്ത കഥകൾ വല്ലതും ബാക്കിയുണ്ടെങ്കിൽ ഓർത്തു വെച്ചോളൂ. കൊച്ചു തമ്പുരാട്ടിക്ക് ഒഴിവ് കിട്ടുമ്പോ ആളെ വിട്ട് വിളിപ്പിച്ചെന്നിരിക്കും. അപ്പോ അമ്മയ്ക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ടാവണ്ട. മോനെ, ഞാൻ അമ്മയും അഭിനയിച്ചു തുടങ്ങിയല്ലേ?